നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 മലയാളം റിവ്യൂ. എൻ്റെ ആകമാനം ചൊറിഞ്ഞു വരിക. ആരൊന്ന് ചൊറിച്ചിൽ മാറ്റി തരാം നമുക്ക്. ഇന്നലെ ഷാനവാസ് അങ്ങോട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലാണ്ട് കയറിയപ്പോൾ എനിക്ക് ആകമാനം ചൊറിഞ്ഞു വന്നു. അമ്മാതിരി നാടകം കളിച്ച് എൻ്റെ പൊന്നെ, ലോകത്ത് എവിടെയെങ്കിലും എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പാലിൻ്റെ പാക്കറ്റ്, അതൊരു കടലാസ് പാക്കറ്റ്, അല്ലെങ്കിൽ ഒരു തൈരിൻ്റെ കടലാസ് പാക്കറ്റ്, അതും കാലി കവറ് ഒരാളുടെ മേത്ത് വീണിട്ട് അറ്റാക്ക് വന്ന, നെഞ്ചുവേദന വന്ന ആദ്യത്തെ വ്യക്തി, ഈ ലോകത്തെ ആദ്യത്തെ വ്യക്തി നമ്മുടെ ഷാനവാസിക്കാണ്. ഇയാളെ അഭിനയം ചില്ലറയല്ല കേട്ടോ. ഇയാളെ ശരിക്കും പറഞ്ഞ കുങ്കുമപ്പൂ സീരിയലിൽ സാജൻ സൂര്യ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ്? ഇയാൾ ആ സീരിയലിലെ ഒരു വില്ലനാണ്. ആ വില്ലൻ്റെ സ്വഭാവം തന്നെയാണ് അദ്ദേഹം ലൊക്കേഷനിലും കാണിച്ചു തുടങ്ങുന്നത്. ഒരാളായിട്ടും ഇയാളായിട്ട് സംസാരിക്കില്ല. ഇയാൾ എന്നും വഴക്കാളിയാണ്. ഇയാൾ ദേഷ്യം കൂടുതലാണ്. സാജൻ സൂര്യ പോലും ഇയാളോട് സംസാരിക്കാണ്ട് കുറേ കാലം വിട്ടുനിന്നാണ് പറയണത്. അപ്പോൾ അതേപോലെയുള്ള ഒരു വൃത്തികെട്ട സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ് നമ്മുടെ ഷാനവാസ്. അതോടുകൂടി എന്തുണ്ടായി? സീരിയലുകാർ ഒരാളെ അടുപ്പിക്കാണ്ടായി. സീരിയലുകാർ മാത്രമല്ല, സിനിമക്കാരും അടുപ്പിക്കില്ല. അല്ലെങ്കിൽ ഈ ചെക്കൻ എവിടെ എത്തണ്ടായിരുന്നറിയാം. നല്ല അസല് ഭാവിയുള്ള ഒരു പയ്യനായിരുന്നെ. അവൻ്റെ അഹങ്കാരം, അതുപോലെ തന്നെ അവൻ്റെ ഉരുക്കുമുഷ്ടി, എല്ലാവരോടും പുച്ഛം. അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ ഈ തീട്ടക്കുഴിയിൽ കിടക്കുന്നത്. അവൻ്റെ കുടുംബം തന്നെ ഇപ്പോഴും അവൻ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഇവൻ ആരും മൈൻഡിൽ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയില്ലേ, ആ കച്ചിത്തുരുമ്പാണ് ഇവൻ ബിഗ് ബോസിൽ വന്നത്. ഇവിടെയും വന്ന് എന്താ ഈ കാട്ടി കൂട്ടണത്? ഇവൻ അവിടെ വന്ന് 3 പെങ്ങന്മാരുണ്ടാക്കി. ആ 3 പെങ്ങന്മാരും വെച്ച് ഇവൻ കളി തുടങ്ങി. ഇവിടെ നിന്ന് ഇവർ 3 പെങ്ങന്മാരും കൂടി ഓതി കൊടുത്ത സംഭവമാണ് ഇവൻ നടപ്പാക്കിയത്. ഇവിടെ നിന്ന് നമുക്ക് നെവിനെ പുറത്താക്കണം. നെവിനെ പുറത്താക്കണമെങ്കിൽ നെവിൻ എന്തെങ്കിലും നിൻ്റെ അടുത്ത് കൊത്രാങ്കൊള്ളി കൊണ്ടുവരും. അപ്പം നീ തലയിറ്റി വീണോ? ഞങ്ങളെല്ലാവരും കൂടി അതല്ലേ. ഇവൻ തലചീറ്റി വീണിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മനുഷ്യൻ അറ്റാക്ക് വന്ന് നേട്ടത്തെ കൈ നെഞ്ചിൽ ഈ ഹൃദയമുള്ളടത്ത് പിടിച്ചിട്ട് അവൻ അവിടെ കൊമ്പിട്ടിരുന്നപ്പോൾ ഇവരെന്താ അവിടെ തല്ലുവിടാനും നിൽക്കണം? അവർക്കറിയാം അത് നാടകമെന്നുള്ളത്. നൂറ തല്ലുവിടാനാ നിൽക്കണം. നീ തൊടണ്ടാന്ന് പറഞ്ഞിട്ട് ആരിനെ പിടിച്ച് തള്ളണ്. അപ്പോൾ എന്താണ്? അവർക്കറിയാം അത് നാടകമെന്നുള്ളത്. അപ്പോൾ അറ്റാക്ക് വന്നിട്ടല്ലാന്നറിയാം. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നൊരു സംഭവമാണ്. എന്നിട്ട് അറ്റാക്ക് വന്ന രോഗി കുറച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റു നടന്നിട്ടാണ് അവിടേക്ക് പോയത്. അല്ലാണ്ട് ആരും 2 കാലും 2 കൈയും പിടിച്ച് തോളിൽ ചോന്നിട്ടല്ല കൊണ്ടുപോയത്. അവിടെ കൊണ്ടു ചെന്ന് അവിടെ ഇരുത്തി. അപ്പോൾ അറ്റാക്ക് വന്ന രോഗിയെ കണ്ണ് കെട്ടി ബിഗ് ബോസ്. എന്നിട്ട് 2 നമ്മുടെ ജോസ് പ്രാശിൻ്റെ പടത്തിലേക്കാണ് കൊള്ള സംഘത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കറുത്ത തുണി കണ്ണ് കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ അറ്റാക്ക് വന്ന രോഗിയെ കണ്ണും കെട്ടി 2 പേര് അപ്പുറത്ത് ഒരു കറുത്ത 2 ഡ്രസ്സ് ഇട്ടിട്ട് 2 രൂപങ്ങൾ അപ്പുറത്ത് പിടിച്ചിട്ട് അറ്റാക്ക് വന്ന രോഗിനെ നടത്തി കൊണ്ടുപോകുന്ന ഒരു ഷോട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ബിഗ് ബോസിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അറ്റാക്ക് വന്ന രോഗീനെ കൊണ്ടുപോകണത്. അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൽ വന്ന പിന്നെ കയ്യുമ്മ ഒരു ബാൻഡേഡ്. അതെന്താണ്? നമ്മുടെ ഗ്ലൂക്കോസ് കയറ്റിയിട്ടുള്ളൊരു ബാൻഡേഡാ. എന്തെല്ലാം നാടകങ്ങൾ നമ്മൾ കാണണം. എന്നിട്ട് വന്നിട്ട് പെങ്ങന്മാരോട് ചോദിക്കുക, ലാലേട്ടൻ അവനെ വഴക്ക് പറഞ്ഞോ? അവനെന്താ പുറത്താക്കാഞ്ഞ്? അവനെ ഒത്തിരി വറുത്ത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇവിടെ അവിടെ ഇരുന്നിട്ട് സാബുമാൻ, അല്ല ഷാനവാസേ, നിന്റെ ഒരു ചെറിയ കവർ വീണപ്പോൾ നിനക്ക് വേദന എടുത്തോ? ആ കവറിൽ പാലും കൂടിയോ തൈരൊന്നും ഉണ്ടായിരുന്നില്ലായിട്ട് നിനക്ക് വേദന എടുത്തോ? അപ്പോൾ അതിലെ പറയുന്നുണ്ട്, പതുക്കെ ഒന്ന് തൊട്ടുള്ളോ, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നാടകം കളിച്ച് വന്നിരുന്നിട്ട് അവൻ ഇന്നലെ അവൻ്റെ അഹങ്കാരത്തിനും നാടകത്തിനും ഒരു കുറവുമില്ല. ഇന്നലെ വന്നിരുന്ന് കയറി വഴിക്ക് അവൻ പറയണെന്താ? അവിടെ ഒപ്പം ഇത്രയും ദിവസം നിന്ന മത്സരാർത്ഥികളെ പറ്റി കുറ്റാ പറയണത്. അവന് അക്ബറിനോടും ആരിനോടും അതുപോലെ തന്നെ നെവിനോടുള്ള കലിപ്പ് ഒട്ടും തീർന്നിട്ടില്ല. അപ്പോൾ ജയിലിൽ പോയി കിടന്നപ്പോൾ നമ്മുടെ സാബുമേൻ വന്ന് പറയുന്നുണ്ട്, എന്താ അക്ബറെ, നിന്നെ ഇപ്പോഴും അവർക്ക് ഭയങ്കര ദേഷ്യമാണ് നിങ്ങൾ രണ്ടാളെ. അയാൾക്ക് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അയാൾ പണ്ടത്തെ ചങ്കര ഇപ്പോഴും തെങ്ങുമ്പോൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ അനുമോൾക്കോ അല്ലെങ്കിൽ ഷാനവാസ്ക്കോ കപ്പ് കൊടുത്തുകൊണ്ട് ഈ ഷോ നിങ്ങളൊന്ന് അവസാനിപ്പിക്കുക. ഞങ്ങൾക്ക് മതിയായി. നിങ്ങൾ ഈ നാടകം കൊണ്ടുപോകണത് എവിടേക്കാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. അത് കൊടുത്ത് അവസാനിപ്പിക്കുക നിങ്ങൾ. നമുക്കതാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിൻ്റെ കൂടെ 7 പേരുണ്ടായിരുന്നു. 7 പേരെ അക്ബർ കുരുതി കൊടുത്തു. ഇനിയിപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ നെവിൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെട്ടി വീഴ്ത്തി ഇനി നിങ്ങൾ കപ്പ് കൊടുത്തോന്നേ. ഇവർക്ക് കപ്പ് കിട്ടിയ ഒരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഇനി ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല.
കുറച്ച് കാലത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് മുങ്ങട്ട വരും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരിയുള്ള സോഷ്യൽ മീഡിയ കത്തിക്കലാവും. ഇവരൊക്കെ അഹങ്കാരം കൂടുതലുള്ള ആൾക്കാരല്ലേ ഈ അനുമോളും അതുപോലെ തന്നെ ഇവരൊക്കെ ഈ ഷാനവാസൊക്കെ. അപ്പോൾ അത് കപ്പും കൂടി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പൊള്ളിക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊക്കെ ഇതൊന്നും കാണണ്ടല്ലോ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വല്ല അണ്ടർഗ്രൗണ്ടിൽ പോകാൻ നല്ലത്. അമ്മാതിരിയുള്ള സാധനങ്ങളായിട്ട് ഒരു വരിക. ഇപ്പോൾ നമ്മുടെ ഇന്നലെ തന്നെ ലാലേട്ടൻ എന്തൊക്കെ വന്നാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അനുമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടില്ല. ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അനുമോൾക്ക് പിന്നെ ആളങ്ങോട്ട് മേറിയായി. ഒരു കൊഞ്ചലും കുഴയിലും എന്തൊക്കെ സ്പേസാണ് ലാലേട്ടൻ കൊടുക്കുന്നത്. ഇന്നലെ എന്തുണ്ടായി, പാത്രം കഴിയിക്കുന്നിടത്ത് പാത്രത്തിൽ കിഴാണ്ട് നിൽക്കുന്ന ആൾക്കാർ അത് പോയിട്ട് എടുക്കാണ്ട് അവിടെ തിരി ചോറിരിക്കുന്നിടത്ത് ആ കലം കൊണ്ടുവന്നു. ഇവളുടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ നിൽക്കണ മരം ഇവള് നുണ പറഞ്ഞിട്ട് ചാഞ്ഞു വരും. അമ്മാതിരിയുള്ള സംസാരം ഇവള് സംസാരിക്കുന്നത്. വേറെ ഒരാൾക്കും സംസാരിക്കാൻ സ്പേസ് ഇല്ല. അവളെ അങ്ങോട്ട് വെളുപ്പിച്ച് ലാലേട്ടൻ കുട്ടപ്പത്തിയാക്കി വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇത് എവിടേക്കാണ് പോകണമെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാനവാസിനാ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച അനുമോൾക്കോ കപ്പ് കൊടുത്ത് അവസാനിപ്പിക്കുക എൻ്റെ ബിഗ് ബോസ്. അതാ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാ. പിന്നെ കുറച്ച് സഹോദരിമാരുണ്ടല്ലോ, അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തോ. ആങ്ങളമാരും പെങ്ങളമാരും എല്ലാവരും കൂടിയിട്ട് അതങ്ങോട്ട് പങ്കിട്ടെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അതുപോലെ തന്നെ ഇപ്പം ഇന്നലെ രാത്രി വന്നിരുന്ന് പറയുന്നുണ്ട്, അതൊന്നല്ല എൻ്റെ ദേഹത്ത് കട്ടിയുള്ള എന്തോ അവിടുത്തെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ സാബു പറഞ്ഞ കട്ടികളൊന്നല്ല നീ, അതൊരു പാലിൻ്റെ പാക്കറ്റാണ്, അതിൻ്റെ ഉള്ളിൽ പാലും കീലൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അറ്റാക്ക് രോഗീനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ആ ഡോക്ടർമാർ ഏത് ഡോക്ടർമാരായാലും ഒരു മാസമെങ്കിലും റെസ്റ്റ് പറയും. അതിനു മുമ്പ് നിങ്ങൾക്കിനി ഒരു പണിയും ചെയ്യാൻ പാടില്ല, നിങ്ങളൊരു മാസം ശരീരം അനങ്ങാണ്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറയും. ഇവിടെ എന്തുണ്ടായി, 2 ദിവസം കഴിഞ്ഞ് ഇവിടുത്തെ ടാസ്കുകളും മറ്റേ കളിയൊക്കെ കഴിഞ്ഞു എന്ന് അറിഞ്ഞോടുകൂടി ഈ കള്ളൻ, ഈ നുണയൻ, ഈ അഭിനയ ചക്രവർത്തി, അപ്പോൾ ഇവന് വേണം ഓസ്കാർ അവാർഡ് കൊടുക്കാനായിട്ട്. അവൻ അവിടെ അറിഞ്ഞിട്ടുണ്ടാവും പുറത്ത് അവന് നല്ല മാർക്കറ്റാണ്. ഇപ്പം പുറത്ത് വന്നോടിയിട്ട് ഇവൻ്റെ എല്ലാ നെഗറ്റീവും പോയി ഇവൻ എല്ലാം പോസിറ്റീവായി എന്നൊക്കെ അറിഞ്ഞോട് കൂടിയിട്ടുണ്ട്. ഒരു ബാൻഡേഡും കൈമ വെച്ചിട്ട് ഇവൻ അതിൻ്റെ ഉള്ളിൽ വന്ന് ചാടി കയറി. അപ്പം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കും, ഒരു അറ്റാക്ക് രോഗിന് വന്ന് നോക്കണത് ഹൃദയത്തിൽ ഇങ്ങനെ ഞെക്കി പിടിച്ച് പോയ വ്യക്തിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ട് അട്ടഹസിക്കുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളെ ആ അക്ബറേയും അതുപോലെ തന്നെ നെവിനെയും ആര്യനെയും ഫൈറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കി ഇന്നലെ അവൻ വന്നിട്ട്. അവൻ്റെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ, തലക്കനത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. അപ്പോൾ അഭിനയം കാണിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് പോയതല്ലേ ഈ കള്ളൻ. എന്നിട്ട് എന്തുണ്ടായി, ഇവിടെ വന്നിട്ട് മറ്റുള്ളവരെ കള്ളത്തരം മാത്രം പറഞ്ഞിട്ട് മറ്റുള്ളവർ കുറ്റം പറയാം. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ആ കപ്പ് അങ്ങോട്ട് എടുത്ത് കൊടുക്കില്ല ലാലേട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൂട്ടും നിൽക്കും, മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കൂല. ഇവർക്ക് ഇഷ്ടംപോലെ സംസാരിക്കാൻ സമയമാണ്. അവരങ്ങോട്ട് തേച്ച് വെളുപ്പിക്കട്ടെ. എന്നിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പാവം ആ നെവിൻ്റെ ആ കപ്പ് ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുള്ളൊരു വ്യക്തിയാണ്. അവനോട് പറഞ്ഞു പണപ്പെട്ടിമ തൊട്ട് പോകരുത്, പണപ്പെട്ടി അതിലെടുത്തോട്ടെ, നീ തൊട്ട് പോകരുത് എന്ന് പറഞ്ഞു. അവൻ ആകെ തകർന്ന് തരിപ്പണമായിട്ട് എന്നല്ല ജയിലിൽ ചെന്നിട്ട് ഒരു കെടുപ്പുണ്ട് മരുന്നിട്ട് ആകെ എല്ലാം നശിച്ചിട്ട്. അവൻ ആ 5 ലക്ഷമോ 10 ലക്ഷമോ 1 ലക്ഷം എടുത്താൽ പോലും അവൻ പെട്ടിയെടുത്ത് പോകാൻ ഉദ്ദേശിച്ച ഒരാളാണ്. അത്രയധികം പൈസയ്ക്ക് ആവശ്യമുണ്ട്, അത്രയും ദരിദ്രമാണ് അവൻ്റെ ജീവിതം. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, മോനെ നീ വിഷമിക്കണ്ടടാ, എൻ്റെ വീട് 2 പ്രാവശ്യം ജപ്തിക്ക് വന്നതാണ്. ആ 2 പ്രാവശ്യം ജപ്തിക്ക് വന്നപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കരകയറി, ഞാൻ ഇവിടം വരെ എത്തിയില്ല ഈ പാട്ടുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിനക്ക് ഈ പണപ്പെട്ടിയല്ല, അതിലും വലുത് നിനക്ക് കാത്തിരിക്കുന്നുണ്ടാ, നീ ക്ഷമിക്കടാ എന്ന് പറഞ്ഞ് 2 പേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. നമുക്കതിൽ സങ്കടം തോന്നും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ 2 പേരും ഫീലിങ്സ്. അപ്പോൾ അക്ബറിന് ഇനി ആകെയുള്ളൊരു അത്താണി എന്ന് പറയുന്നത് നെവിൻ മാത്രമേ ഉള്ളൂ. നെവിനെ പുറത്താക്കാത്തതിൽ ഷാനവാസിൻ്റെ സഹോദരിമാർക്കും ഇന്നലെ ഒരുപാട് കുരു പൊട്ടി. പക്ഷേ ചീത്തയും കൂടി അധികം നെവിനെ പറഞ്ഞില്ല ലാലേട്ടൻ. അപ്പോൾ അതിൽ അവന് ഒന്നും കൂടിയും കുരുപെട്ടി. എന്തൊക്കെയുണ്ടെങ്കിലും ബിഗ് ബോസേ കപ്പ് ഷാനവാസിന് കൊടുക്കും. നിങ്ങൾ ഇത്രയും വലിയ അഭിനയ നേതാവിന് നിങ്ങൾ കപ്പ് കൊടുത്തില്ലെങ്കിൽ അത് വളരെ മോശമാണ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് അവൻ കളിച്ചത്. അവൻ ഭയങ്കര ബുദ്ധിമാനാണ്, അവനും പെങ്ങന്മാരും ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ചെയ്തത്. നൂറയ്ക്ക് ഇനി ഒരു ടാസ്കും കൂടിയും 10 ടാസ്ക്കാണ് എല്ലാ ബിഗ് ബോസിനും കൊടുക്കാറ്. അവസാനം എന്താ ടിക്കറ്റ് ഫിനാലിയിൽ 9 വെച്ച് നിങ്ങൾ നിർത്തിയിട്ട് എന്തുണ്ടായി, അത് നൂറനെ നിങ്ങൾക്ക് സേഫ് ആക്കാനും നൂറയ്ക്ക് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പ് നിങ്ങൾ അതും നടത്തി. അതുകൊണ്ട് ആങ്ങളെയും പെങ്ങന്മാരെയൊക്കെ അങ്ങോട്ട് സഹോദരിമാരെയൊക്കെ അങ്ങോട്ട് സന്തോഷിപ്പിച്ച് വെക്കി. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നിപ്പോൾ
വീണ്ടും ന്യൂനമർദ്ദം വന്നിരിക്കുക, നല്ല മഴ പെയ്യണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിൽ ശബ്ദം കേൾക്കുന്നുണ്ടാവും മഴയുടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇപ്രാവശ്യം മഴ മാത്രമേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യ്. നമ്മളൊന്നും പറയാറില്ല, സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുന്നത് നമ്മൾ ഒറ്റ വീഡിയോയിലും പറയാറില്ല. പക്ഷെ അതൊരു പരാജയമായിട്ട് മാറരുത്. നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, അത്ര തന്നെ. വീണ്ടും കാണാം.